കൊയിലാണ്ടിയിലെ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ കൊലപാതകം അന്വേഷിക്കാൻ 14 അംഗ പോലീസ് സംഘത്തെ നിയോഗിച്ചു. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി അരവിന്ദ് സുകുമാരനാണ് മേൽനോട്ട ചുമതല. 2 DYSPമാർ അന്വേഷണ സംഘത്തിലുണ്ട്. ദീപക് തർമ്മടം ചേരുന്നു. ദീപക്, എന്തൊക്കെയാണ് വിവരങ്ങൾ? പറയൂ. SK നാടിനെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു കൊയിലാണ്ടിയിലെ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. ഒരുപക്ഷെ അവിടുത്തെ വളരെ സമാധാനപ്രിയനായ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹമാണ് കൊല്ലപ്പെട്ടത്. ആ കൊലപാതകത്തിൻ്റെ കാരണം, കൊലപാതകത്തിന് പിന്നിൽ ആരൊക്കെ, വ്യക്തിവൈരാഗ്യമാണെന്നതാണ് പ്രാഥമിക നിഗമനം. അതിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ കണ്ണൂർ റേഞ്ച് DIG തോംസൺ ജോസാണ് അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നത്. റൂറൽ SP ഡോക്ടർ അരവിന്ദ് സുകുമാരൻ്റെ മേൽനോട്ടത്തിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം. 14 അംഗ സംഘമാണ്. അതിൽ 2 DYSPമാരുണ്ട്. അതായത് പേരാമ്പ്ര DYSP KM ബിജുവും അതുപോലെ തന്നെ വടകര DYSP സജേഷ് വാഴവളപ്പിലും ഇവർ രണ്ടുപേരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൽ കൊയിലാണ്ടി IP കൊയിലാണ്ടിയുടെ SHO ആയ മെൽബിൻ ജോസിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ 5 സബ് ഇൻസ്പെക്ടർമാരും 2 അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരും ഉൾപ്പെടെയുള്ള 14 അംഗ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ചൊരു തർക്കമില്ലാതെ, ഒരു സംഘർഷമില്ലാതെ വളരെ ആസൂത്രിതമായി ഇത്തരത്തിലൊരു കൊലപാതകം നടത്താനുള്ള മോട്ടീവ് എന്താണ് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. മാത്രവുമല്ല, ഈ പ്രതിയുടെ പിടിക്കപ്പെട്ട ആളുടെ മറ്റു ബന്ധങ്ങൾ കൂടി പരിശോധിക്കുന്നു. മറ്റ് സൈബർ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഏറ്റവും പുതുതായി ലഭിച്ചൊരു വിവരം, ഇയാൾ വളരെ ആസൂത്രിതമായി നേരത്തെ തന്നെ ഈ ആയുധങ്ങൾ ഉൾപ്പെടെ സജ്ജീകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക്, അതായത് പ്രതിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉൾപ്പെടെ ലോക്ക് ചെയ്തുകൊണ്ടാണ് ഈ കുറ്റകൃത്യം നടത്തിയത് എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനം. അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് 14 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ, 2 DYSPമാരെ കൂടി ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ പോലീസ് തലപ്പത്തു നിന്നും നിയോഗിച്ചിരിക്കുന്നത്. താങ്ക് യു. ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ഒരു 14 അംഗ പോലീസ് സംഘത്തെ നിയോഗിച്ച് കൊയിലാണ്ടിയിൽ നടന്ന കൊലപാതകത്തിന്റെ ദുരൂഹതകൾ മാറ്റുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.